വെൽക്കം ടു ദ ചാനൽ സ്വാസ്ഥ ഫുഡ്സ്. ഹായ് എവരിവൺ. അപ്പോൾ ഇന്നത്തെ ഡിഷ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്ത് വെച്ചിരുന്ന കുറച്ച് ചക്കക്കുരുവാണ്. ചക്കക്കുരു അല്ലെങ്കിൽ ജാക്ക് ഫ്രൂട്ട് സീഡ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുമെന്ന്. അപ്പോൾ എങ്ങനെ ചക്കക്കുരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോ ചക്കക്കുരു എടുത്തിട്ട് ആദ്യമേ ഇതിൻ്റെ തൊലി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ തൊലി ഇങ്ങനെ ഇളക്കിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ തൊലി ഇങ്ങനെ ഇളക്കിയെടുക്കാം. ഇത് ബ്രൗൺ പാർട്ട് എടുത്ത് കളയണമെന്നില്ല, വേണമെങ്കിൽ ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ തൊലി എടുക്കാവുന്നതാണ്. ഇങ്ങനെ തൊലി എടുക്കുക. ബ്രൗൺ പാർട്ട് ചെറുതായിട്ടൊന്ന് ചെറുക്കുക, ഇങ്ങനെ ചേരുക. ഇനി ഇത് കട്ട് ചെയ്യാം. ഇങ്ങനെ കീറിയിട്ട് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യാം. വളരെ ചെറുതായിട്ട് കനം കുറഞ്ഞ് കട്ട് ചെയ്യണം. കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കീറിയിട്ട് ഇങ്ങനെ കനം കുറച്ച് കട്ട് ചെയ്യുക. കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കുന്നതിനാണ് കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് കട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇവിടെ കാണാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കാം. ചക്കുരു ഇവിടെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങ ഇങ്ങനെ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി കുറച്ച് വെള്ളം ഒഴിക്കുക. ഇതിൻ്റെ അതിൽ നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് ചക്കക്കുരു വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണാം, വെള്ളമൊക്കെ നല്ലോണം പറ്റിയിട്ടുണ്ട്, നല്ല വെന്തിട്ടുണ്ട്. കാണാം, ഇവിടെ നല്ല വെന്തിട്ടുണ്ട് ചക്കക്കുരു. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു കടായി വെക്കുക. കടായി ചൂടായി കഴിയുമ്പം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഇപ്പം എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കുക. പൊടിഞ്ഞു പോകാത്തവണ്ണം അടിയിൽ നിന്ന് വേണം ഇളക്കാൻ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചക്കക്കുരു മെഴുക്കുവരട്ടി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ചോറിന് കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. ഇപ്പോൾ ഒരുവിധം മൂത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അധികം മൂക്കേണ്ട, ഒത്തിരി ക്രിസ്പി ആകേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തിൽ ചെറിയ ഉള്ളിയും ഇടാവുന്നതാണ്. ചക്കക്കുരു മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം, നല്ല കറക്ഷനായിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.